ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവോൻ്റെ യെറ്റ് അനദർ മിഡ് റേഞ്ച് ഡിവൈസാണ് വിവോ T4 Pro. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ് വിവോയുടെ T3 Pro ഇറങ്ങിയത്. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ ഹാർഡ്വെയർ ഒക്കെ വെച്ചാണ് ഇറങ്ങിയത്. എന്നാൽ ഇത്തവണ കുറച്ചധികം അപ്ഗ്രേഡ്സ് ഉണ്ട്. ഒന്ന്, ഇതിനകത്ത് ടെലിഫോട്ടോ ക്യാമറ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, 3x ടെലിഫോട്ടോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ പ്രോസസ്സർ അപ്ഗ്രേഡഡ് ആണ്, സ്നാപ്ഡ്രാഗൺ 7 Gen 4 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിവൈസിൻ്റെ വിശേഷങ്ങൾ, എത്രത്തോളം നല്ലതാണ്, ഏത് പ്രൈസ് സെഗ്മെൻറ്റിലാണ് വരുന്നത്, എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ വിവോ T4 Pro അടുത്ത വിവോൻ്റെ ഡിവൈസിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ എപ്പോഴത്തും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് വിവോൻ്റെ T4 Proൻ്റെ ബോക്സ് പാക്കേജ്. കംസ് വിത്ത് AI എന്ന് എഴുതിയത് കാണാം. ബാക്കി സൈഡിൽ കാര്യമായി എഴുതിയിട്ടുള്ള 50 MP സോണി 3x പെരിസ്കോപ്പ് ക്യാമറ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്നാപ്ഡ്രാഗൺ 7 Gen 4 അൾട്രാ സ്ലിം ക്വാഡ് കർവ് ഡിസ്പ്ലേ, അതായത് 4 എഡ്ജസും കർവ്ഡ് ആണെന്നുള്ളത്. IP68ഉം IP69 റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഡയമെൻഷൻസ് പറഞ്ഞാൽ 7.53 mm ആണ് തിക്നെസ് വരുന്നത് ഡിവൈസിൻ്റെ. അപ്പോൾ അതും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം. ബോക്സ് തുറന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഫോണാണ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് ഇവിടെ മാറ്റി വയ്ക്കാം. ബാക്കി വരുന്നത് ഒരു കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിനകത്ത് സാർ വാല്യൂ എഴുതിയാണ് 0.988 ആണ്. ഹെഡ് സാർ, ബോഡി സാർ എന്ന് പറഞ്ഞാൽ 0.925 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സിം ഇജക്ടർ പിന്നിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയത് കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു മാനുവലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് 90 വോട്ടിൻ്റെ ഒരു ചാർജറാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് 90 വോട്ട് അഡാപ്റ്റർ. അതുകൂടാതെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് USB Type-C ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബ്ലൂ കളറാണ്, നല്ലൊരു ഫിനിഷ് ആയിട്ട് ഒരു മാറ്റ് ഫിനിഷാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. ഇത് ഗ്ലാസ് ഒന്നുമല്ല, പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പക്ഷേ എന്നാലും നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഫാക്ടർ ഉണ്ട്. ഇവിടെ നമുക്ക് ഡ്യുവൽ ക്യാമറ കാണാം, ഇവിടെ ഒരു ഡെപ്ത് സെൻസർ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു LED ഫ്ലാഷും കാണാം. ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് കാണാം. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സും ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഈ സൈഡിലും ഓപ്പണിങ്സ് ഇല്ല. താഴത്ത് നമുക്ക് USB Type-C പോർട്ട്, സിം ട്രെയും, അതേപോലെ സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് നല്ലതാണ്. 7.53 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഇത് പ്രീമിയം ലുക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നും, കാരണം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. അതേപോലെ IP68ഉം IP69 റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസൈൻ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടു. 4 എഡ്ജസും കർവ്ഡ്. അതേപോലെ തന്നെ ഫ്രണ്ട് ഡിസ്പ്ലേ ഉണ്ടല്ലേ, 4 എഡ്ജസും കർവ്ഡ്, ക്വാഡ് കർവ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ കാണിച്ചത് 4 എഡ്ജസും കർവ്ഡ് ആണ്. അപ്പോൾ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ബിൽഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ എന്താ പറയുക, യൂസേജിന് നല്ലൊരു അനുയോജ്യമായ ഡിവൈസായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം. ഡിസ്പ്ലേ വരുന്നത് 6.77 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. എഡ്ജസും ബെസൽസും ഒക്കെ ഉണ്ടല്ലേ, വളരെ മിനിമൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറൌണ്ട് 1500 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്, ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ. അതേപോലെ 120 Hz റിഫ്രഷ് റേറ്റ്. AMOLED പാനലാണ്. P3 കളർ ഗാമറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ലെവൽസും ഒക്കെ ഉണ്ട്. ടച്ച് റെസ്പോൺസും കുഴപ്പമില്ല. കളേഴ്സ് ആണെങ്കിൽ നല്ല വിവിഡും ആണ്. അപ്പോൾ ഓവറോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് മൾട്ടിമീഡിയ ഒക്കെ കാണാനൊക്കെ നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് വലിയ പരാതികളൊന്നും തന്നെ പറയില്ല. നല്ല ബ്രൈറ്റ് വിവിഡ് ഡിസ്പ്ലേ ആണ്. എന്താ പറയുക, കളേഴ്സ് ആണെങ്കിലും ടച്ച് റെസ്പോൺസും ആണെങ്കിലും വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൽ നമുക്കറിയാം ഫൺ ടച്ച് OS. ഒബിയസ്ലി വിവോൻ്റെ ഏതൊരു ഫോണിലും വരുന്ന പോലെ തന്നെയാണ് നമുക്കിവിടെ ഫൺ ടച്ച് OS കിട്ടുന്നത്. ഫൺ ടച്ച് OS 15. അതേപോലെ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. 2.8 GHz സ്നാപ്ഡ്രാഗൺ 7 Gen 4 ആണ് പ്രോസസ്സർ വരുന്നത്. 12 GB RAM, Android 15 എഴുതി ചെയ്യണം. ഇതിൽ 3 വേരിയൻ്റ് ആണ് വരുന്നത്. 8/128, 8/256, 12/256 ആണ്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സ് തന്നെ കിട്ടുന്നുണ്ട്. ജനറലി വിവോൻ്റെ ഫൺ ടച്ച് OSൽ കിട്ടുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം. അൾട്രാ ഗെയിം മോഡ്, അതേപോലെ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഡൈനാമിക് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതേപോലെ നോട്ടിഫിക്കേഷൻ ടോഗിളൊക്കെ നല്ലതാണ്. ഇതിനകത്ത് ബഗ്സോ ഇഷ്യൂസോ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്യില്ല. എന്നാലും വിവോൻ്റെ ഫൺ ടച്ച് OS ഒബിയസ്ലി എപ്പോഴും പറയുന്ന പോലെ അത്രയ്ക്കൊരു പ്രീമിയം എക്സ്പീരിയൻസ് അല്ല തരുന്നത്. അത് പേഴ്സണൽ ചോയ്സ് ആണ്.
പിന്നെ ബ്ലോട്ട് വെയറിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് ബ്ലോട്ട് വെയർസ് ഉണ്ട് കേട്ടോ. ചെറിയ ആപ്സ് ഒക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഇതിൽ ഗെയിംസ് പറഞ്ഞ് ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് ഇൻസ്റ്റാൾഡ് അല്ല, ജസ്റ്റ് ഒരു ലിങ്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ റിലേറ്റീവ്ലി കുറവാണ് ബ്ലോട്ട് വെയർസ്. ഫോൺ പേ ഉണ്ട്, മ്യൂസിക് അല്ല നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, ഫേസ്ബുക്ക്, അങ്ങനെ ഒരു 5-6 ആപ്സ് ഉണ്ട്. ഒരുപാട് ആപ്സ് ഒന്നും ഗെയിംസ് ഒന്നും ഇല്ല, എന്നാലും മിനിമലാണ്. കുഴപ്പമില്ലാത്ത ഒരു ബ്ലോട്ട് വെയർ സെറ്റാണ്. വലിയ അധികം ഒന്നും തന്നെ ഇൻക്ലൂഡ് ആയിട്ടില്ല. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഉള്ളത് വേണമെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാളും ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അതും ഒരു ആശ്വാസമായ കാര്യമാണല്ലോ. ആവശ്യമില്ലാത്ത എല്ലാം തന്നെ നമുക്ക് കളഞ്ഞ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഓവറോൾ നല്ലതാണ്, കുഴപ്പമില്ലാത്ത ഒരു UI എക്സ്പീരിയൻസ് ആണ് ഫണ്ടച്ച് OS 15 നൽകുന്നത്. ഇനി നമുക്ക് അടുത്തതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തു, ഡിസൈൻ ഡിസ്പ്ലേ ഒക്കെ പറഞ്ഞു, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും പറഞ്ഞു. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് വരും. ഇവിടെയാണ് ഒരു മേജർ ചേഞ്ച് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ Vivo T3 Proയുടെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 4 ഈ ഒരു ചിപ്പിന് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു അപ്ഗ്രേഡാണ്. 7 Gen 3-നേക്കാളും അറൗണ്ട് 10 lakh ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഒക്കെ വരുന്നത്. ഇൻഫാക്ട് എബവ് 10 lakh ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്ന ഒരു ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു അപ്ഗ്രേഡാന്ന് പറയാം. കാരണം T3 Pro വെച്ച് നോക്കുകയാണെങ്കിൽ T4 Pro അപ്ഗ്രേഡാണ്. എന്നാൽ സ്റ്റിൽ ഒരു ഏരിയ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് UFS സ്റ്റോറേജ്. UFS 2.2 തന്നെയാണ് വരുന്നത്. LPDDR4X RAM ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 25,000 to 30,000 rupees ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ UFS 2.2 ഡെഫിനറ്റ്ലി ആക്സെപ്റ്റബിൾ അല്ല എന്നേ ഞാൻ പറയുള്ളൂ. അത് ഒരു 3.1 എങ്കിൽ മിനിമം വേണ്ടതായിരുന്നു. എസ്പെഷ്യലി പ്രോസസ്സറൊക്കെ അപ്ഗ്രേഡ് ചെയ്തു, ക്യാമറ അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ ഇതും കൂടെ അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. UFS 2.2 LPDDR4X RAM, സ്നാപ്ഡ്രാഗൺ 7 Gen 4 ഡെഫിനറ്റ്ലി നല്ലൊരു അപ്ഗ്രേഡ് ആണെന്ന് പറയാം. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വളരെ സ്മൂത്ത് ആയിരുന്നു എക്സ്പീരിയൻസ്. കാര്യമായി ലാഗോ ഇഷ്യൂസോ അങ്ങനെ ഒന്നും ഇല്ല. കാരണം സ്നാപ്ഡ്രാഗൺ 7 Gen 4 ഞാൻ പറഞ്ഞ മാതിരി നല്ലൊരു പെർഫോമിംഗ് ചിപ്പാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസും ഡേ ടു ഡേ ആസ്പെക്ട്സ് ഒക്കെ തന്നെ കുഴപ്പമില്ല. ഗെയിമിങ്ങിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് മാത്രമേ പറയാൻ പറ്റില്ല. ഭയങ്കര ഒരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് ഒന്നുമല്ല, എന്നാലും ഓവറോൾ പെർഫോമൻസ് കൊള്ളാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. 5G നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. നല്ല ഇതാണ്. കോൾ സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ക്യാമറയിലോട്ട് വരാം. ക്യാമറയിൽ ഇവിടെ നമുക്കൊരു അപ്ഗ്രേഡ് ഉണ്ട്. കഴിഞ്ഞ Vivo T3 Proയുടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 50 MP പ്രൈമറി സെൻസർ, അതിനൊപ്പം തന്നെ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. രണ്ടിലും തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ടെലിഫോട്ടോ ലെൻസിന് 3x സൂമാണ്. അത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. പക്ഷേ ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതാണ് വേറൊരു ചേഞ്ച്. കാരണം T3 Proയിൽ അൾട്രാ വൈഡും പ്രൈമറി ആയിരുന്നു, എന്നാൽ ഇവിടെ പ്രൈമറി ടെലിഫോട്ടോ ആണ്. 3x ടെലിഫോട്ടോ, പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാനൊക്കെ നല്ലതാണ്. ഒരു സൂം ക്യാമറയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടം അൾട്രാ വൈഡിനേക്കാളും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് അൾട്രാ വൈഡ് ആണ് ഇമ്പോർട്ടൻറ്റ് അതോ ടെലിഫോട്ടോ ആണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എനിക്ക് പൊതുവെ ടെലിഫോട്ടോ ആണ് ഇഷ്ടം. കാരണം പോർട്രേറ്റ്സ് എടുക്കാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ ഹാർഡ്വെയർ പറയുകയാണെങ്കിൽ. പിന്നെ റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് 4K 30 FPS സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതും കുഴപ്പമില്ല. എന്നാൽ റിയർ ക്യാമറയിൽ എനിക്ക് തോന്നുന്നു 4K 60 FPS കൊടുക്കാമായിരുന്നു. ബോത്ത് റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറ മാക്സിമം 4K 30 FPS ആണ്. 1080p റെസൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് 60 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ സാമ്പിൾസ് ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ഇതെല്ലാം Vivo T4 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ല ഒരു ക്യാമറ സെറ്റപ്പ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഡെഫിനറ്റ്ലി നല്ല കളേഴ്സും റിച്ച് കളേഴ്സാണ്. അതേപോലെ തന്നെ നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ്സും. വിവോൻ്റെ ആ ടിപ്പിക്കൽ അൽഗോരിതം നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഡൈനാമിക് റേഞ്ചും നല്ല ഡീറ്റെയിൽസും കളേഴ്സൊക്കെ കുറച്ചൊന്ന് റിച്ച് ആണ്. ഒബ്വിയസ്ലി നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് നാച്ചുറൽ മോഡൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓവറോൾ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ. ഇൻഫാക്ട് നല്ലൊരു ടെലിഫോട്ടോ ലെൻസാന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല. 3x ടെലിഫോട്ടോ നല്ല ഒരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ല ഡീറ്റെയിൽസും അതേപോലെ തന്നെ നല്ല ഷാർപ്നെസ് ലെവൽസോട്. ഇപ്പോൾ സെൽഫീസ് ആണെങ്കിൽ തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഓവറോൾ എനിക്കൊന്ന് നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4K 30 FPS വീഡിയോ റെക്കോർഡിംഗ് കൊണ്ട്. അപ്പോൾ വീഡിയോ സാമ്പിൾ അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റെബിലൈസേഷനും ഡീസൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ പോരായ്മകളില്ല. പിന്നെ സെൽഫി ക്യാമറയിൽ 4K റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറയുടെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നല്ലതാണോ അതോ ഇതിലും ബെറ്റർ ക്യാമറ നിങ്ങൾക്ക് കിട്ടും ഈ പ്രൈസ് സെഗ്മെൻറ്റ്? എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എനിക്കൊന്നും ഓവറോൾ നല്ലൊരു ക്യാമറയാണ്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ലെങ്കിലും ഓവറോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6500 mAh ബാറ്ററി, 90 watt ചാർജിങ്. നല്ലൊരു കോമ്പിനേഷനാണ്. അറൗണ്ട് 1 hour ആണ് ചാർജിങ്ങിന് എടുക്കുന്നത്, ഫുൾ ചാർജിന് എടുക്കുന്നത്. സ്ലൈറ്റ്ലി ലെസ് ദാൻ ആണ്, 1 മിനിറ്റ് ലെസ് ആണ് 60 മിനിറ്റിന്. അപ്പോൾ 59 മിനിറ്റിലാണ് ഫുൾ ചാർജ് ആയത്. 6500 mAh ബാറ്ററി, 90 watt ചാർജിങ്. ബാറ്ററി കപ്പാസിറ്റി നല്ലതാണ്. അതേപോലെ തന്നെ ബാറ്ററി ലൈഫ് അടിപൊളിയാണ്. നല്ല സൂപ്പർ ബാറ്ററി ലൈഫാണ്. 6500 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു 1.5 ദിവസം എങ്ങനെ എത്ര ഹെവി യൂസേജ് ആണെങ്കിൽ 1.5 ദിവസമൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ റെഗുലർ യൂസേജിൽ. അഗെയിൻ പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ്
ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും എൻ്റെ ഒരു ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1.5 ദിവസമൊക്കെ ഈസിലി കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഒരു മിനിമൽ യൂസറാണെങ്കിൽ ഡെഫിനറ്റ്ലി 2 ദിവസമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നല്ലതാണ്. അപ്പോൾ ഇതായിരുന്നു വിവോ T4 Proൻ്റെ ഒരു അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ഇതിൻ്റെ നല്ല ആസ്പെക്ട്സ് എന്താ വെച്ചാൽ നല്ല ഡിസൈൻ. എനിക്ക് ഈ ബ്ലൂ കളർ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ബ്ലൂ കളറാണ്. അതേപോലെ ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ്. IP68 IP69 റേറ്റിംഗ് ഉണ്ട്. അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. ആമോലെഡ് നല്ല കളേഴ്സുള്ള ഡിസ്പ്ലേ ആണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ലതാണ്. ക്യാമറ അത്യാവശ്യം നല്ലതാണ്. ചാർജിങ്ങും ബാറ്ററിയും നല്ല ക്വാളിറ്റിയാണ്. എന്നാൽ ഒരു പോരായ്മ എന്താ വെച്ചാൽ UFS 2.2 ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ LPDDR4X RAM ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ. പിന്നെ ഇതിന് വേറെ എടുത്തു പറയാവുന്ന ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതാണ്. അത് പോരായ്മയാണോ വെച്ചാൽ പോരായ്മയാണ്. എന്നാലും ഞാനത് വലിയൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നില്ല. എനിക്ക് കൂടുതലും UFS 2.2 ആണ് എനിക്ക് തോന്നിയത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്ര അനുയോജ്യമല്ലാത്തത്. ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് വിവോ T4 Pro തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വിവോ T4 Pro ഏതൊരു പ്രൈസ് സെഗ്മെൻറ്റിലായിരിക്കും വരിക? ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കറിയില്ല. എൻ്റെ ഒരു ഗസ്റ്റ് ശരിയാണെങ്കിൽ അറൗണ്ട് 25,000 to 30,000 റുപ്പീസിൻ്റെ ഉള്ളിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രൈസിംഗ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. ഈ 2.2 UFS സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ പോരായ്മ. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ വിവോ T4 Pro നല്ലൊരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.